ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സുമായിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബർഗണ്ടി ഷെയ്ഡിലേക്കാണ് കേട്ടോ. സെമി സിൽക്കാണ് ഫാബ്രിക്. നമുക്ക് വീട്ടിൽ തന്നെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിച്ച് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബർഗണ്ടി ഷെയ്ഡാണ് ഫസ്റ്റ് വരുന്നത്. യോക്കിൽ ഇതുപോലെ ഒരു പീച്ചിന്റെയും പിങ്കിന്റെയും കളർ കോമ്പിനേഷനിൽ നല്ല ഹെവി ഭംഗിയായിട്ട് തന്നെ ചെയ്തേക്കുന്ന ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് പ്ലസ് സെൽഫ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട്. അതുപോലെ ഹെവി ആയിട്ട് തന്നെ സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ വരുന്ന. കളറാണെങ്കിലും നല്ല ഭംഗിയാണ്. 46-47 നമുക്ക് ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഷോള് ഇത് വരുന്നത് നല്ലൊരു നെറ്റ് ഫാബ്രിക്കിൽ സെൽഫ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കുമായിട്ടാണ് ഷോള് വരുന്നത് കേട്ടോ. നല്ല രസം. ഫുള്ളായിട്ടും എംബ്രോയിഡറി വർക്ക് അതിലേക്ക് പോകുന്നുണ്ട്. 2.25 മീറ്റർ ആണ് ഷോളിന്റെ ലെങ്ത് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻറ്റോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. 645 ഇതിന്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഇതിന്റെ 12 ഷെയ്ഡുകൾ അവൈലബിൾ ആണ്. ചെറിയ ചെറിയ ഡിഫറൻസസ് വരുന്നുണ്ട്. നമുക്ക് വേഗം നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതാ ഇങ്ങനെ അതായത് കോമ്പിനേഷൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻറ്റോൺ മെറ്റീരിയലിലേക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. സെൽഫായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് അതിലേക്ക് പോകുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ്. എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ ഇതുപോലെ. ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് കേട്ടോ ഷോള് വരുന്നത്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചെറുപയർ വെച്ച കളറിലേക്കാണ് കേട്ടോ. ഇതായിക്കുന്നേ എല്ലാം സെയിം ആണ്. കളർ ചേഞ്ച് മാത്രമേ വരുന്നത്. നമുക്ക് വേഗം വേഗം കളേഴ്സ് കണ്ടുപോകാം. ബോട്ടം വരുന്നത് ഇതുപോലെ. ഷോള് വരുന്നത് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. മെറ്റീരിയൽ സെയിം തന്നെയാണ്. ഇതിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് വരുന്നു. നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഇതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതിനകത്തുള്ള ഡാർക്ക് പീച്ചിന്റെ ഒരു പിങ്കിന്റെ തന്നെ ലൈറ്റർ ഷെയ്ഡും ആണ് വരുന്നത്. സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന വർക്കാണ് കേട്ടോ. കളർ ആണെങ്കിലും എല്ലാം നല്ല 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 ഷെയ്ഡുകളാണ്. ഇതാ ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ. ഷോൾ വരുന്നത് ഇങ്ങനെ. ഇതാണ് ഷോൾ വരുന്നത്. എല്ലാം നെറ്റ് ഷോളിൽ ഹെവി ആയിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഒരു പറയാ ഒരു ലാവണ്ടറും ബ്ലൂവും കൂടെ ചേരുന്ന ഒരു കളർ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. കളർ കണ്ടോ നിങ്ങൾ? നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ബോട്ടം വരുന്നത് ഇതുപോലെ. ഷോള് വരുന്നത് ഇങ്ങനെ. ഇതാണ് കേട്ടോ ഷോള് വരുന്നത്. നല്ല ഭംഗിയുള്ള ഷോളും കൂടിയാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഒരു പർപ്പിളിന്റെ ചെറിയൊരു പിങ്കിന്റെയും പർപ്പിളിന്റെയും എല്ലാം കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കയറി വന്നിട്ട് നല്ല രസമുള്ളൊരു കളർ ഷെയ്ഡ്. ഇതാണ് കേട്ടോ കറക്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ്. ബാക്കി എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ നല്ല രസമുള്ളൊരു ഫ്ലവറിന്റെ പാറ്റേൺ ആണ് പോകുന്നത്. സ്വീക്വൻസിന്റെ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻറ്റോൺ മെറ്റീരിയലിലേക്ക് വരുന്നു. ഷോള് വരുന്നത് നെറ്റിന്റെ ഷോള് തന്നെയാണ്. ഹെവി ആയിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്ക് അതിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ. അടുത്തത് നോക്കാം. കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോൺ ഇതുപോലെ. ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ. എല്ലാം നല്ല നല്ല ഷെയ്ഡുകളാണ്. ഞാൻ പറഞ്ഞു എല്ലാം നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ഷെയ്ഡുകളാണ് എല്ലാം. അത്രയും നല്ല കളറുകളാണ് കേട്ടോ. ഷോള് വരുന്നത് ഇങ്ങനെ ഇതുപോലെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് ഗ്രേ കളറാണ്. ഇതിനകത്ത് പാറ്റേൺ ഡിഫറെന്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിനകത്ത് ഇതുപോലെ ഫ്ലവർ അല്ല, ഒരു ത്രെഡിന്റെ ഇങ്ങനെ ഒരു പാറ്റേൺ, സ്ട്രൈപ്സിന്റെ പോലത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ത്രെഡിന്റെ ആ ഒരു കോമ്പിനേഷൻ ഓൾമോസ്റ്റ് സെയിം തന്നെ. സെൽഫ് ഷെയ്ഡും പിങ്ക് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനും ആണ് വരുന്നത്. മെറ്റീരിയലും ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് കേട്ടോ. ബോട്ടം വരുന്നത് ഇതാ ഇതുപോലെ. ഇങ്ങനെ വരും. നല്ല അടിപൊളി ഷെയ്ഡുകളാണ് എല്ലാം. നമ്മുടെ കയ്യിലൊക്കെ ഒന്നും ഇല്ലാത്ത, അങ്ങനെ കോമൺ ആയിട്ട് ഇല്ലാത്ത കളർ ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. അടുത്തത് നോക്കാം. ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഒരു സെയിം പാറ്റേണിലേക്ക് തന്നെ വരുന്നു. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു കളർ ചാർട്ട് തന്നെയാണ് റിപ്പീറ്റേഷൻ വരുന്നത്. ഈ ഒരു പാറ്റേൺ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. എംബ്രോയിഡറി വർക്കിൽ വരുന്ന ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ഷോള് വരുന്നത് ഇങ്ങനെ. ഇതാണ് ഷോള് വരുന്നത്. അടുത്തത് നോക്കാം. അടുത്ത് വരുന്നത് നല്ലൊരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡ് ഇതുപോലെ. എല്ലാം സെയിം ആണ്. ബോട്ടം വരുന്നത് ഇതുപോലെ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു.
ഷോള് വരുന്നത് ഇങ്ങനെ. ഇതാണ് ഷോള് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ ലാവണ്ടർ കലർന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. ഇങ്ങനെ വരുന്നു. ബോട്ടം ഇതുപോലെ, ഷോള് വരുന്നത് ഇങ്ങനെ. നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. പ്രൈസ് ഇതിന്റെ സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.